ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. 8ാം ക്ലാസ്സിലെ ഹിന്ദി പുതിയ പാഠപുസ്തകമാണ്. അതിലെ യൂണിറ്റ് 3 ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. യൂണിറ്റ് 3 ആദ്യത്തെ ചാപ്റ്റർ ജബ് ഹം ധീരെ ചൽത്തെ ഹെ ആണ്. യൂണിറ്റ് 3 ഇക്കായി 3 ഗുൽത്തെ നസാറെ എന്നാണ് യൂണിറ്റിൻ്റെ പേര് വരുന്നത്. ജബ് ഹം ധീരെ ചൽത്തെ ഹെ യാത്രാ വിവരണമാണ്. എലൻ ഷാ ആണ് അതിൻ്റെ ഓതർ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ചാപ്റ്ററിൻ്റെ മീനിങ്ങോ എക്സ്പ്ലനേഷനോ അല്ല, ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇക്കായി 3 ഗുൽത്തെ നസാറെ. ഞാനിവിടെ ഗുലേ നസാറെ എന്നാണ് പറഞ്ഞത് തോന്നുന്നു, ഗുൽത്തെ ആണ് കേട്ടോ. ഗുൽത്തെ നസാറെ എന്നാണ് പേര് യൂണിറ്റിൻ്റെ. യാത്രാ വിവരണമാണ് ജബ് ഹം ധീരെ ചൽത്തെ ഹെ, എലൻ ഷാ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, मेरे पास हाँ के अलावा कोई जवाब न था, लेखक के इस कथन का तात्पर्य क्या है? എന്താണ് ഇതിൻ്റെ അർത്ഥം? എൻ്റെ അടുത്ത് യെസ് അല്ലെങ്കിൽ അതെ എന്നല്ലാതെ മറ്റൊരു ഉത്തരം ഇല്ലായിരുന്നു, മറ്റൊരു ആൻസർ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഓതർ ഇങ്ങനെ പറയാനതിൻ്റെ കാരണം എന്താണ്? ലേഖക് ഇസ് കഥൻ കാ താൽപര്യ ക്യാ ഹെ എന്നാണ് കേട്ടോ. ആൻസർ നോക്കാം. ലേഖക് को लुआना ने उनकी कला यात्रा में शामिल होने का निमंत्रण दिया. लेखक कला और नए अनुभवों को बहुत पसंद करता था, इसलिए वह उसे മന നഹി കർ സക്ക. ഓക്കെ, അപ്പം ലേഖകനെ എന്ത് ചെയ്തിട്ടുണ്ട്? ലേഖകു ലുവാനെ ഉൻകി കലായാത്ര. അപ്പോൾ ലേഖകനെ നമ്മുടെ ലുവാന അവരുടെ കലായാത്രയിൽ പങ്കുചേരാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ്, വിളിക്കുകയാണ്. ലേഖകനും നമ്മുടെ ഓതറിനും കലായാത്രയിൽ അല്ലെങ്കിൽ കലയോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ അനുഭവങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനും താല്പര്യമാണ്. ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് നമ്മുടെ ലേഖകൻ. അതുകൊണ്ട് തന്നെയാണ് അവൾ വിളിച്ചപ്പോൾ ഇയാൾ എന്ത് ചെയ്യാതിരുന്നത്? എതിർക്കാതിരുന്നത്. നെക്സ്റ്റ്, हमें कहीं पहुंचने की जल्दी नहीं थी, इस कथन में कला തിയേറ്ററോം की कौन सी വിശേഷത പ്രകട होती है? അപ്പോൾ ഇവിടെ എന്താ പറയണത്? ഞങ്ങൾക്ക് എവിടെയും എത്താൻ തിടുക്കം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് എത്തണം എന്നുള്ള തിടുക്കം ഉണ്ടായിരുന്നില്ല. ഈ പ്രസ്താവനയിൽ കലാനാടകത്തിൻ്റെ ഏത് സവിശേഷതയാണ് വെളിപ്പെടുന്നതെന്നാണ് ചോദ്യം. ആൻസർ, इस कथन से ये विशेषता प्रकट होती है कि वे किसी लक्ष्य स्थल तक जल्दी पहुंचने की बजाय रास्ते में रुक रुक कर संगीत, नृत्य और चित्रकला का आनंद लेते थे और लोगों के साथ कला साझा करते थे. അപ്പം എന്താ പറയണത്? അവർ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തുന്നതിന് പകരം ഇവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? അവർ തിരക്ക് കൂട്ടിയില്ല. അവർ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി അവർക്ക് തിരക്ക് ഉണ്ടായിരുന്നില്ല. അവർ വഴിയിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നിർത്തിയിട്ട് പതുക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിയിലെല്ലാം അവർ ഡാൻസും അതുപോലെ ചിത്രരചനയും ഒക്കെ ആളുകൾ ആസ്വദിക്കുന്ന പോലെ അവരുടെ കയ്യിലുണ്ടായിരുന്ന കല അവർ പങ്കിടാനും വഴിയിൽ നിർത്തി അങ്ങനെയൊക്കെയാണ് ഇവർ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരുമായിട്ട് കലാപരമായ കാര്യങ്ങൾ പങ്കിട്ടിട്ടാണ് ഇവർ പോയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, टस से मस न हुआ, इस प्रयोग का मतलब क्या है? അത് ഒരു ഇഞ്ച് പോലും അനങ്ങിയില്ല, ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. ഇസ് പ്രयोग का मतलब क्या है എന്നാണ് ആൻസർ. जरा भी न हिला, ഒട്ടും അനങ്ങിയില്ല. बिल्कुल भी अपनी जगह से नहीं हटा, തൻ്റെ സ്ഥാനത്ത് നിന്ന് ഒട്ടും അനങ്ങിയില്ല എന്നാണ് അർത്ഥം വരുന്നത്. അടുത്ത ചോദ്യം, उसकी जड़ ऊपर थी जो फूलों की तरह लग रही थी, ऐसा कोई दृश्य आपने कभी कुछ अलग तरीके से महसूस किया है? അതിൻ്റെ വേരുകൾ മുകളിലായിരുന്നു, പൂക്കൾ പോലെ തോന്നി. ഇതുപോലുള്ള രംഗം നിങ്ങൾ എപ്പോഴെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ അനുഭവിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ആണ്.
हाँ, मैंने भी कई बार साधारण चीज़ों को अलग तरह से महसूस किया है. कभी कभी बादलों के आकार मुझे जानवरों या പക്ഷിയും ജൈസെ ലഗ്തേ ഹേ. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ, സാധാരണ കാര്യങ്ങൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുക, ഡിഫറെൻ്റ് ആയിട്ട് അനുഭവപ്പെടുക. അത് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്, നമ്മൾ ഈ മേഘങ്ങളെ നോക്കുന്ന സമയത്ത് മേഘങ്ങൾ ചില ജീവികൾ, മൃഗങ്ങളെ പോലെയും പക്ഷികളുടെ രൂപത്തിലൊക്കെ നമുക്ക് തോന്നും. മേഘങ്ങളുടെ ആകൃതി മൃഗങ്ങളുടെയോ പക്ഷികളുടെയൊക്കെ പോലെ തോന്നുന്നത് നമുക്കിതിൻ്റെ ആൻസറായിട്ട് പറയാം. നെക്സ്റ്റ്, ബാൽക്കണി में गड़ी महिला के लिए मैदेओ ने वही गड़ी होकर परफॉर्म किया. यहाँ मैदेओ का कौन सा मनोभाव प्रकट होता है. ഇതെന്താണ് പ്രൊനൗൺസ് ചെയ്യാൻ നിങ്ങളുടെ രീതിയിൽ എന്താണോ ടീച്ചേഴ്സ് പറയുന്നത് അത് പ്രൊനൗൺസ് ചെയ്തോളൂ കേട്ടോ. ഞാൻ മൈദേയോ എന്നാണ് പ്രൊനൗൺസ് ചെയ്യണത്. മാറ്റിയോ എന്നാണോ എന്നുള്ളത് ആണെങ്കിൽ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. ഈ ഘടന, അപ്പോൾ ഇതിൽ എന്താ പറയുന്നത്, ബാൽക്കണിയിൽ നിൽക്കുന്ന സ്ത്രീക്ക് വേണ്ടിയിട്ട് ഈ മൈദിയോ എന്തോ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മൈദിയോ ഇവിടെ എന്ത് വികാരമാണ്, അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്നാണ്. इस घटना से मैदेओ का दयालु और संवेदनशील मनोभाव प्रकट होता है. वह महिला कार्यक्रम देखने नहीं आ सकी, इसलिए मैदेओ ने उसके लिए वही संगीत बजाया. എന്താ പറയണത്, മൈദയോടെ സംവേദനക്ഷമതയും അനുകമ്പയുമാണ് കാണുന്നത് കേട്ടോ. ദയാലു ആണ്, സംവേദനശീലമുള്ള ഒരാളാണ്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് അയാൾക്കുള്ളത്. അതിൻ്റെ റീസൺ എന്താണ് ഈ പ്രകടനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ, ആ സ്ത്രീ, ഇവിടെ ഒരു ലേഡീനെ കുറിച്ച് പറയണം, ആ സ്ത്രീ ഇവരുടെ പ്രകടനം കാണാൻ ആ സ്ത്രീക്ക് പോകാൻ കഴിഞ്ഞില്ല. അതിനാൽ മൈദ എന്ത് ചെയ്തു, അവിടെ വെച്ച് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ആ സംഗീതം പെർഫോം ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. അടുത്തത്, अचानक लगा जैसे हम किसी धागे से बंधे हुए हैं. यहाँ कला की कौन सी विशेषता प्रकट होती है. പെട്ടെന്ന് നമ്മളെ ഒരു നൂലിൽ ബന്ധിച്ചതുപോലെ തോന്നി, ഒരു ചരടിൽ ബന്ധിച്ചതുപോലെ തോന്നുകയാണ്. കലയുടെ ഏത് സ്വഭാവമാണ് ഇവിടെ വെളിപ്പെടുന്നതെന്നാണ് ചോദ്യം. ആൻസർ, इस कथन से कला की एकता और जोड़ने की शक्ति प्रकट होती है. कला संगीत, नृत्य और चित्रकला के माध्यम से लोगों के दिलों को आपस में जोड़ देती है. അതായത് ഏത് കല ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, കല എന്ന് പറയുന്നത് എന്താണ്, യൂണിറ്റി, ഏകത ഓർ ജോഡ്നേക്ക് ശക്തി, ഒരുമിപ്പിക്കാൻ, ഏകീകരിക്കാനുള്ള ശക്തിയും കലയ്ക്കുണ്ട്. കല, സംഗീത്, നൃത്യ ഓർ ചിത്രകല, ഏതുമായിക്കോട്ടെ, പാട്ടോ ഡാൻസോ ചിത്രകലയോ ഏത് മാധ്യമമാണെങ്കിലും ആളുകളുടെ മനസ്സിൽ ദിലോംകോ ആപ്പസ് മേ ജോഡ് ദേത്തി ഹെ, അതായത് ആളുകളുടെ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കാൻ കലയ്ക്ക് ആകുമെന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത്, लेखक को पहले पेड़ का चित्र बनाने का मन नहीं था पर बाद में बनाने लगा. क्यों? ലേഖകന് ആദ്യം ഈ മരത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ മനസ്സുണ്ടായിരുന്നില്ല, പിന്നീട് അത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് എന്താണ്, അദ്ദേഹം അത് വരയ്ക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് എന്നുള്ളതാണ്. शुरू में लेखक को वह पेड़ साधारण लगा, इसलिए चित्र बनाने का मन नहीं हुआ. बाद में उसे पता चला कि वह पेड़ फियाको की, ഇത് വേണ്ട കേട്ടോ, ഇത് ഞാൻ കട്ട് ചെയ്തതാണ്. ഫിയാക്കോ की असली मालिक एल्फी की याद में लगाया गया था. एल्फी ने ही बीमार हालत में मिलो फियाको की सेवा करके उसे स्वस्थ बनाया था. यह जानकर वह पेड़ लेखक को घास और यादगार लगा, इसलिए उसने उसका चित्र बनाया. എന്താ പറയണ, തുടക്കത്തിൽ ആ മരം വളരെ സാധാരണമാണെന്നാണ് ലേഖകൻ കരുതിയത്, അതുകൊണ്ടാണ് ചിത്രം വരയ്ക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കാതിരുന്നത്. പിന്നീടാണ് എന്ത് മനസ്സിലായത്, ആ മരം ബാദ്മേ ഉസേ പതാ ചലാക്കി വ പേട് ഫിയാക്കോ കി അസ്ലി മാലിക്, അതായത് ആ മരം ഫിയാക്കോയുടെ യഥാർത്ഥ മുതലാളി അല്ലെങ്കിൽ യഥാർത്ഥ മാലിക് പറഞ്ഞ ഉടമയാണ് കേട്ടോ. ആ യഥാർത്ഥ ഉടമയായ ആൽഫിയുടെ ഓർമ്മയ്ക്കാണ് ആ മരം ഉള്ളത് എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. ആ മരം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ആൽഫിയുടെ ഓർമ്മയ്ക്കാണെന്നുള്ളത് മനസ്സിലാകും. ആരാണ് ആൽഫി? ആൽഫി നമ്മുടെ മിലോ ഫിയാക്കോ അസുഖമായി കിടന്നപ്പോൾ ആൽഫി ആയിരുന്നു അയാളെ പരിചരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, രോഗിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ പരിചരിച്ചത് ആൽഫി ആയിരുന്നു. ഓക്കെ, ഈ കാര്യം അറിഞ്ഞപ്പോഴാണ് നമ്മുടെ ലേഖകൻ എന്ത് ചെയ്തത്, ലേഖകന് അത് പ്രത്യേകതയുള്ളൊരു മരമായിട്ട് തോന്നി. അങ്ങനെയാണ് മരത്തിൻ്റെ ചിത്രം വരയ്ക്കുന്നത് കേട്ടോ, മരത്തിൻ്റെ ചിത്രം വരയ്ക്കുന്നത്.
അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇത്രയും അതിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ആക്ടിവിറ്റീസ് ആണ്. അത് അടുത്ത ക്ലാസ്സിൽ തന്നെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.